ഹലോ, ഇന്ന് നമ്മൾ ഒരു സ്ഥലം വരെ പോയിട്ടുള്ള ഒരു ലോങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ കൂടുതൽ പറയുന്നില്ല, എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കാണുക. കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ മാത്രമല്ല നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ തന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്ന് പുലർച്ചെ 3:30 എഴുന്നേറ്റ് കുളിക്കലും മാറ്റലും ഒരുങ്ങലും ഒക്കെ കഴിഞ്ഞ് നല്ല കുട്ടികളായിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങളെല്ലാവരും. അത് പിന്നെ അങ്ങനെയാണല്ലോ, എവിടെയെങ്കിലും പോകാനുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അന്ന് ഉറക്കം ഉണ്ടാവില്ല, എല്ലാതും പെട്ടെന്ന് റെഡിയാക്കി വെക്കുകയും ചെയ്യും. അപ്പോൾ എന്തായാലും ഞങ്ങളിന്ന് പോകുന്നത് ഇടുക്കി വാഗമണിലേക്കാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3:30 എഴുന്നേറ്റിട്ടുണ്ട്. എഴുന്നേറ്റ് മാറ്റലും ഒരുങ്ങലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും 5:30 5:45 കേട്ടോ, കാരണം ഐസമുള്ളതല്ലേ. അങ്ങനെ മാറ്റലും ഒരുങ്ങലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വെക്കേഷൻ ആയതുകൊണ്ട് ക്ലാസ്സും മദ്രസും ഒന്നുമില്ലല്ലോ, അപ്പോൾ എല്ലാവരും കൂടെ ചെറുതായിട്ട് ഒരു സ്റ്റേക്കേഷൻ പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ ഇറങ്ങിയിട്ടുള്ളതാണ്. പോകുന്ന വഴിക്കാണെങ്കിലോ ഫുള്ള് ബ്ലോക്ക് ചെയ്യുന്നു, അതുകൊണ്ട് തന്നെ നല്ലപോലെ ടൈം എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ അവിടെ എത്താൻ. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു പെട്രോൾ പമ്പ് കണ്ടപ്പോൾ അവിടെ നിർത്തി. അങ്ങനെ വാഷ്റൂം യൂസ് ചെയ്യാനും പിന്നെ ഐസമിന് എന്തെങ്കിലുമൊക്കെ ഫുഡ് കൊടുക്കാനും അങ്ങനെ ആയിട്ട് അങ്ങനെ നിർത്തി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ വീണ്ടും നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തു. പിന്നെ പോകുന്ന വഴിക്ക് നമ്മൾ ഒരു സ്മാർട്ട് പോയിന്റ് കണ്ടപ്പോൾ അവിടെ ഇറങ്ങി. അങ്ങനെ റിസോർട്ടിൽ നിന്ന് കഴിക്കാനും കുടിക്കാനൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ എടുക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കയറിയിട്ടുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ലേസും പിന്നെ സ്മൂതും ഒക്കെ ആയിട്ട് അങ്ങനെ കുറച്ചെടുത്തു. ഐസമിനാണെങ്കിൽ ഇവിടെ കാണുന്ന മിഠായികൾ മൊത്തം വേണം കേട്ടോ. അപ്പോൾ ഒരു ജംസ് എടുത്തപ്പോൾ ഞാൻ തിരിച്ചു വെച്ചപ്പോൾ അതിൻ്റെ പൊസിഷൻ കറക്റ്റ് അല്ലേനു. അപ്പോൾ എനിക്ക് കാണിച്ചു തരികയാണ് അത് അവിടെ അല്ല വെക്കേണ്ടത്, ഇവിടെ വെക്കേണ്ടതെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ജംസിൻ്റെ പൊസിഷനൊക്കെ പറഞ്ഞു തന്നിട്ട് ഓൻ്റെ വഴിക്ക് പോയിട്ടുണ്ട്. ഞാനാണെങ്കിൽ ഇവിടെ വേറെ വല്ലതും ചിപ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നോക്കുന്നതാണ്. അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്ത് നമ്മളിനി പോവാണ്. നമ്മുടെ ജേണി വീണ്ടും കണ്ടിന്യൂ ചെയ്യാണ്. പിന്നെ കാറിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കടലയും ബിസ്ക്കറ്റും ഒക്കെ ആക്കിയിട്ട് അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കാറിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങൾ ഓൾറെഡി വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കിട്ട് അതൊക്കെ ഇങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കാനായിട്ട് വിട്ടുപോയി. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ ലൊക്കേഷനിലേക്ക് എത്താനായിട്ടുണ്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് നല്ല അടിപൊളി സീനിയോറിറ്റീസ് ഒക്കെ കണ്ടപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. നമ്മുടെ നാട്ടിലുള്ള ചൂടിനേക്കാളും കുറച്ച് കുറവേനു കേട്ടോ ഇവിടെ. നല്ല തണുപ്പ് നല്ല കേട്ടോ പറഞ്ഞത്. നമ്മുടെ മലപ്പുറത്തിനേക്കാളും കുറച്ചും കൂടെ ചൂട് കുറവാണെന്നാണ് പറഞ്ഞത്. പക്ഷെ എന്നാലും ചൂടുണ്ട്, നമുക്ക് പുറത്തൊക്കെ ഇറങ്ങാൻ പറ്റുന്ന നല്ലൊരു ക്ലൈമറ്റ് തന്നെയായിരുന്നു. അങ്ങനെ നമ്മളിതാ നമ്മുടെ റിസോർട്ടിലെത്തിയിട്ടുണ്ട്. നമ്മൾ വന്നിട്ടുള്ളത് ഗ്രാസ്മേർ എന്ന് പറയുന്ന റിസോർട്ടിലേക്കാട്ടോ. ഈ ഒരു റിസോർട്ട് വരുന്നത് വാഗമണ്ണ് കട്ടപ്പന പോകുന്ന റൂട്ടിൽ ഒരു 10 കിലോമീറ്റർ മാറിയിട്ടാട്ടോ. ഈ ഒരു റിസോർട്ടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മിഡ് സെഗ്മെന്റ് ഫാമിലിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റിൽ വരുന്ന റിസോർട്ടാട്ടോ. ഫാമിലിക്കായാലും ഈവൻ കപ്പിൾസിനായാലും നല്ല അടിപൊളി ആംബിയൻസിൽ വരുന്ന നല്ല സീനിക് ആയിട്ടുള്ള ഒരു പ്ലേസിൽ വരുന്ന നല്ലൊരു റിസോർട്ടാട്ടോ ഇത്. നമ്മൾ ഗൂഗിൾ മാപ്പ് വെച്ചിട്ടാട്ടോ ഇവിടെ എത്തിയിട്ടുണ്ടായത്. പിന്നെ നമ്മൾ ഇവിടേക്ക് എത്താൻ കുറച്ച് ടൈം ആയിട്ടുണ്ട്, കാരണം നമുക്ക് ഓഫ് റോഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് അങ്ങനത്തെ റോഡും ഉണ്ടായിരുന്നു. ഇവിടെ എത്തിയ ഉടനെ തന്നെ നമ്മൾ നേരെ ചെക്ക് ഇൻ ചെയ്തു. ഇങ്ങനെ ഓരോ വില്ല പോലെയായിരുന്നു കേട്ടോ അവിടെ റൂമുകൾ ഉണ്ടായിട്ടുണ്ടായത്. അതിന് ഓരോ വില്ലക്കും ഓരോ നെയിംസ് ആയിരുന്നു, ഓരോ ബേർഡ്സിന്റെ നെയിം വെച്ചിട്ടായിരുന്നു. നമ്മളത് മൈനയായിരുന്നു കേട്ടോ. ഓരോ വില്ലയിലും വരുന്നത് 4 റൂംസ് ആണ്. നമ്മൾ എടുത്തിട്ടുണ്ടായത് മുകളിലെ 2 റൂംസ് ആയിരുന്നു. അങ്ങനെ നമ്മൾ റൂമിൽ കയറുകയാണ്. നല്ല ക്ലീൻ ആൻഡ് ടൈഡി ആയിട്ടുള്ള നല്ല റൂമായിരുന്നു. നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഉള്ളിൽ വെച്ചിട്ട് തന്നെ കറക്റ്റായിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന നല്ല ടൈപ്പ് ഓഫ് റൂമായിരുന്നു. അങ്ങനെ ഞാൻ 2 റൂമും പോയി നോക്കി. ഇതാണ് പാരൻസിന് എടുത്തിട്ടുണ്ടായത്, അപ്പുറത്തുള്ളത് നമുക്ക് എടുത്തിട്ടുള്ളതേനു. പിന്നെ ഞാൻ നേരെ വന്നത് ബാൽക്കണിയിലേക്കാട്ടോ. ഇവരുടെ ഈ ഒരു റിസോർട്ടിൻ്റെ ഫീച്ചേഴ്സ് എടുത്താൽ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് ഈ ഒരു ബാൽക്കണി തന്നെയാണ്. കാരണം എല്ലാ റൂമിൽ നിന്നും നല്ല അടിപൊളിയായിട്ടുള്ള ടീ പ്ലാന്റേഷൻ്റെ ഒരു അടിപൊളി വ്യൂ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ മനസ്സൊക്കെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു എനർജി ഫീൽ ചെയ്യും കേട്ടോ. പിന്നെ നേരെ പോയത് ബാത്റൂം കാണാനാട്ടോ. അപ്പോൾ നമുക്ക് ബാത്ത് ടബ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂംസാണ് വരുന്നത് എല്ലാ റൂമിലും കേട്ടോ. അങ്ങനെ എല്ലാതും കണ്ടു കഴിഞ്ഞ് പിന്നെ നേരെ നമ്മൾ റൂമിലേക്ക് തന്നെ വന്നു. എന്നിട്ട് ഞാൻ അവിടെ ഒരു വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ. ഇവിടെയാണെങ്കിൽ കോഫിയും ടീയും ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. എ സിയിലിരുന്നതുകൊണ്ട് വെള്ളത്തിന് നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വെള്ളമൊക്കെ കുടിച്ച് ജസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ടോ. കാരണം നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. നമ്മൾ ഉച്ചയ്ക്ക് ഇവിടെ എത്താനായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായത്. പക്ഷേ നമ്മൾ ചെറുതായിട്ടൊന്ന് സ്ഥലം മാറുകയും ചെയ്തു. പിന്നെ അതേപോലെ തന്നെ കുറച്ച് കൂടുതൽ ഇങ്ങോട്ട് വരാനും ഉണ്ട്. അപ്പോൾ നല്ല പോലെ ലേറ്റായി. പിന്നെ നമ്മൾ പോകുന്നതിന് ശേഷം അവിടെ ഹോട്ടൽസും കാര്യങ്ങളൊന്നും ഇല്ലേനു. അങ്ങനെ നമ്മൾ ഇവിടെ വന്നിട്ട് കഴിക്കാൻ നിർത്തി. അങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഇവരുടെ ഹോട്ടലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ പാരന്റ് കമ്പനി എന്ന് പറയുന്നത് ഗ്രാസ് ഹോപ്പർ ഹോസ്പിറ്റാലിറ്റി ആണ്. പിന്നെ ഈ ഒരു ഗ്രാസ് ഹോപ്പറിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ മിക്ക ഡെസ്റ്റിനേഷനിലും മിഡ് റേഞ്ച് ഹോട്ടലിൽ വരുന്ന ഫാമിലി ഫ്രണ്ട്ലി ആയിട്ടുള്ള സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാട്ടോ.
ഇപ്പോൾ ഇവർക്ക് പ്രസൻസ് ഉള്ളത് മൂന്നാറിലെ ഡിഫറെൻറ്റ് ലൊക്കേഷൻസിലാണ്. മൂന്നാർ തന്നെ ഗ്യാപ്പ് റോഡ്, വട്ടവട, കാന്തല്ലൂർ എന്നീ സ്ഥലങ്ങളിലും പിന്നെ ഉള്ളത് വാഗമണിലെ തട്ടേക്കാടിലുമായിട്ടുള്ളത്. ഞാൻ ട്രിപ്പ് പോയപ്പോൾ ഇടുക്കിയത്തെ ഫുഡ് കഴിച്ചപ്പോൾ എനിക്ക് വല്ലാതെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് തന്നെ ഇവരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുഡൊന്നും അത്ര ടേസ്റ്റ് ഉള്ളതൊന്നും ആവാൻ ചാൻസ് ഇല്ല എന്നുള്ളത്. പക്ഷേ ഇവിടുത്തെ റെസ്റ്റോറൻറ്റിലെ ഫുഡാണെന്നുണ്ടെങ്കിൽ റിയലി സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. മീൽസിൻ്റെ ടൈം കഴിഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രൈഡ് റൈസും ഗാർലിക് ചിക്കനും പിന്നെ ചിക്കൻ 65ഉം ചിക്കൻ സാലഡും വെജിറ്റബിൾ സാലഡും ഒക്കെ ആയിട്ടായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായത്. ഇപ്പച്ചാണെന്നുണ്ടെങ്കിൽ സാധാ റൈസ് ആയിരുന്നു കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായത്. എല്ലാതും ഫുഡ് ഒന്നിക്കൊന്നിക്കും മെച്ചെന്ന് പറയുന്ന പോലെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ ഒരു ഗാർലിക് ചിക്കൻ ഇപ്പോഴും എനിക്ക് ഈ ഒരു വീഡിയോ എഡിറ്റ് ആക്കുമ്പോൾ കൊതി വരുന്നുണ്ട് കേട്ടോ. കാരണം അത്രക്കും ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ച് റൂമിലേക്ക് വന്നു. റൂമിലേക്ക് വന്നതിന് ശേഷം നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള സ്നാക്സും പിന്നെ സ്മൂത്തും കാര്യങ്ങളൊക്കെ ഫ്രിഡ്ജിലും ഒക്കെ ആയിട്ട് അങ്ങനെ വെച്ചു. പിന്നെ ഈവനിങ് ആയപ്പോൾ ഇതുവരെ ചായയും കോഫിയൊന്നും ഈവനിങ് ഉണ്ടാക്കി കുടിക്കാത്തതിൻ്റെ താത്ത പ്രത്യേകിച്ച് കോഫിയൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ടുള്ളതാണ്. വീട്ടിൽ നിന്നാകുമ്പോൾ ഓളോടൊരു കോഫിയോ ടീയോ ഒക്കെ ഒന്ന് ഉണ്ടാക്കി തരാൻ പറഞ്ഞാൽ ഭയങ്കര ഡിമാൻഡായിരിക്കും. ഇവിടെ ആയപ്പോൾ താത്തയും അനിയത്തിയും തിരക്കിയിരുന്നു, ഞാൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഏതായാലും രണ്ടുപേർക്കും 2 ടൈം ഷെഡ്യൂളൊക്കെ കൊടുത്തിട്ടാണ് ഇപ്പോൾ കോഫി ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ നമ്മുടെ ബാൽക്കണിയിൽ വന്നിട്ട് വ്യൂ ഒക്കെ കണ്ടിട്ടാട്ടോ കോഫി കുടിച്ചിട്ടുണ്ടായത്. ഈ ഉയരം കൂടുന്തോറും ചായക്ക് ടേസ്റ്റ് കൂടുന്ന പോലെ കോഫിക്കും ടേസ്റ്റ് കൂടുന്നുണ്ടോ എന്ന് വരെ തോന്നിപ്പോയിട്ടോ അവിടെ നിന്ന് അങ്ങനെ കുടിച്ചിട്ടുണ്ടായപ്പോൾ. അങ്ങനെ ചായയും കോഫിയൊക്കെ കുടിച്ചതിന് ശേഷം നമ്മളിനി റിസോർട്ട് മൊത്തത്തിലൊന്ന് ചുറ്റിക്കറങ്ങാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഊഞ്ഞാലും കാര്യങ്ങളും കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ നേരെ സ്വിമ്മിംഗ് പൂളിലേക്കാണ് പോകുന്നത്. ഇവിടെ ഉള്ള സ്വിമ്മിംഗ് പൂള് ഇൻഫിനിറ്റി സ്വിമ്മിംഗ് പൂളാണ്. ഇവിടെ നമ്മൾ കൂടുതൽ നേരം സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും കൂടുതലായിട്ട് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വേറെയും ആൾക്കാരുണ്ട്, നമ്മൾ ഓരുടെ പ്രൈവസിയും കൂടെ നോക്കണ്ടേ. അപ്പോൾ ഞങ്ങൾ ചെറുതായിട്ട് കാലും കൈയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഇരുന്നു. കടൽ പേടിയുള്ള ഐസമിന് സ്വിമ്മിംഗ് പൂള് വല്ലാതെ പേടിയൊന്നും ഇല്ലേനു. അവിടെ നിന്ന് പിടിച്ചുകൊണ്ടുവന്നിട്ട് കരച്ചിലായിരുന്നു. അങ്ങനെ നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ ചെറുതായിട്ട് കാലും കൈയൊക്കെ ഇട്ടിട്ട് വന്നു. അങ്ങനെ വന്നതിന് ശേഷം നമ്മൾ നേരെ ഡിന്നർ കഴിക്കാനായിട്ട് പോവാണ്. ഡിന്നർ കഴിക്കാൻ പോവല്ല, ഡിന്നർ ഓർഡർ ചെയ്യാനായിട്ട് പോവാട്ടോ. അങ്ങനെ ഓർഡർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ റൂമിലേക്ക് തന്നെ വന്നു. പിന്നെ ഞാൻ ഐസമിനൊക്കെ കൂട്ടിയിട്ട് വീണ്ടും നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് തന്നെ പോയി. ഇത്തവണ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് പൊറാട്ടയും അതേപോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈസും ഗാർലിക് ചിക്കനും ബട്ടർ ചിക്കനൊക്കെ ആയിരുന്നു. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ചപ്പാത്തിയും എഗ് കറിയും അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ഫുഡിൻ്റെ കാര്യം പിന്നെ ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല, കാരണം എല്ലാതും അടിപൊളിയായിരുന്നു. അതുകൊണ്ട് നമുക്ക് കൂടുതൽ ടെൻഷൻ ഇല്ലായിരുന്നു ഫുഡ് റെഡി ആവുമോ എന്നുള്ളത്. കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്കിപ്പോഴും ഈ ഒരു വീഡിയോ എഡിറ്റ് ആക്കുമ്പോൾ നല്ല പൂതിയുണ്ട് ഇത് കഴിക്കാൻ. ബട്ടർ ചിക്കനേക്കാളും കൂടുതലായിട്ട് എല്ലാവർക്കും ഇഷ്ടമായത് ഈ ഒരു ഗാർലിക് ചിക്കനാണ്. ഗാർലിക് ചിക്കൻ നല്ലൊരു ഫ്ലേവർ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഐസമിന് ഉറക്കം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓനൊരു ഐസ്ക്രീമും പിന്നെ ഞങ്ങൾ ഗുലാബ് ജാമുനും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓൻ ഐസ്ക്രീമിന് വെയിറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനാണെങ്കിൽ ഞങ്ങൾ വന്നിരുന്നപ്പോഴേ അത് പറയാനും വിട്ടുപോയി. അങ്ങനെ ഓരോട് പിന്നെ പറഞ്ഞപ്പോൾ ഒരു കൊണ്ട് തന്നു. അങ്ങനെ ഐസമിൻ്റെ സ്ട്രോബെറി ഐസ്ക്രീമും നമുക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗുലാബ് ജാമുനും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് നല്ല അടിപൊളിയായി തന്നെ നമ്മുടെ ഇന്നത്തെ ഡിന്നറും കൂടെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇനിയൊരു പരിപാടിയില്ല, നേരെ റൂമിൽ പോയിട്ട് കിടന്നുറങ്ങണം എന്ന് പറഞ്ഞിട്ടായിരുന്നു ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായത്. കാരണം നമ്മളിന്ന് 3:30 രാവിലെ അത്രയ്ക്കും നേരത്തെ എണീറ്റിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല പോലെ ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നേരത്തെ കാലം തന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. നേരത്തെ കാലം എന്ന് പറഞ്ഞാൽ 11 മണി 12 മണി ആയിട്ടുണ്ട്. എന്തായാലും ഉറക്കൊക്കെ എണീറ്റ് വന്നതിന് ശേഷം നേരെ വന്നത് ഈ ഒരു ബാൽക്കണിൻ്റെ അടുത്തേക്കാണ്. നമ്മൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി എണീക്കാനായിട്ട്. എന്നാലും നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂ തന്നെയായിരുന്നു കേട്ടോ അവിടെ നിന്ന് ഉണ്ടായിട്ടുണ്ടായത്. ഇവിടുത്തെ ഈ ഒരു വ്യൂവും പിന്നെ അതേപോലെ തന്നെ കുറച്ച് തണുപ്പൊക്കെ വരുന്ന ഒരു ക്ലൈമറ്റൊക്കെ കണ്ടപ്പോൾ ഇനി വീട്ടിലേക്ക് പോകണമെന്ന് വരെ ആലോചിച്ച് പോയിട്ടോ. അപ്പോൾ ഞാൻ ഉള്ളിൽ വന്നപ്പോൾ താത്ത വീണ്ടും കോഫി പരിപാടിയിലാണ്. ഓൾക്കാണെങ്കിൽ ഇവിടെ വന്നപ്പോൾ കോഫിയും ചായയൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. അങ്ങനെ ഓള് അവിടെ ചായയും കോഫിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ ചായ കുടിയും കോഫി കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ കുളിക്കാനായിട്ട് ഓരോരുത്തരായിട്ട് കയറാൻ തുടങ്ങി. ഇവിടെ ബാത്ത് ടബിൽ ഐസമിൻ ഇട്ടപ്പോൾ നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. നമുക്ക് പുറത്തേക്കുള്ള വ്യൂവും ഇവിടെ നിന്ന് നമുക്ക് ബാത്റൂമിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ കുളിയും മാറ്റലൊക്കെ കഴിഞ്ഞിട്ട് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവുകയാണ്. പോകുന്ന വഴിക്ക് പിന്നെ ഐസമിന് കളിക്കാനുള്ള ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അവിടെ അങ്ങ് സ്റ്റക്കായി. പിന്നെ അവിടെ നിന്ന് വരുന്നില്ലേനു കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് നേരം അവിടെ കളിക്കട്ടെ എന്ന് കരുതിയിട്ട് അങ്ങനെ നിന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിടിച്ചുകൊണ്ട് പോയി കേട്ടോ. പിന്നെ നമ്മൾ നേരെ വന്നത് റെസ്റ്റോറൻറ്റിലേക്കാണ്. ഇവിടെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് വരുന്നത് ബൊഫെ ആയിട്ടാണ്. ബൊഫെ ആയതുകൊണ്ട് തന്നെ ഏതാ എടുക്കേണ്ടി എന്നുള്ള ഭയങ്കരപ്പെട്ടുള്ള കൺഫ്യൂഷൻ ആയിരുന്നു. നമുക്കാണെങ്കിൽ ഇഡ്ഡലി ഉണ്ട്, ഉപ്മാവുണ്ട്, ഭട്ടൂരയുണ്ട്, പിന്നെ സാമ്പാർ, ചട്നി, പിന്നെ ദാൽ കറി അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ഓപ്ഷൻസ് വരുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ബ്രെഡും സ്പ്രെഡും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയും വരുന്നുണ്ട്. പിന്നെ കോൺഫ്ലാക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അതും ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ എന്തായാലും ഇഡ്ഡലിക്ക് പിന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ഞാൻ ഇഡ്ഡലി എടുത്തു, ചട്നി എടുത്തു, പിന്നെ ഭട്ടൂര എടുത്തു. ഭട്ടൂര അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഞാൻ 2-3 കഴിച്ചിട്ടുണ്ട്, കാരണം അത്രക്കും അടിപൊളിയായിരുന്നു. അങ്ങനെ ഭട്ടൂരയ്ക്ക് ഞാൻ ഗ്രീൻ പീസ് കറി ആയിട്ട് എടുത്തിട്ടുണ്ടായത്. ചന മസാല ഉണ്ടായിരുന്നു, ഞാനത് എടുത്തിട്ടില്ല. പിന്നെ ഞാൻ ബ്രെഡും പിന്നെ ജാമും ആക്കിയിട്ട് അങ്ങനെ എടുത്തു. അങ്ങനെ ബൊഫയിലുള്ള എല്ലാ സാധനങ്ങളും നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. പിന്നെ വാട്ടർമെലൻ്റെ ജ്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ, അത് ഞാൻ എടുത്തിട്ടില്ല. അങ്ങനെ ഞാനും ഐസമും കൂടി ഇരുന്നിട്ടാണ് കഴിച്ചിട്ടുണ്ടായത്. പിന്നെ പകുതിക്ക് വെച്ചിട്ട് ഓനോൻ്റെ മമ്മേൻ്റെ അടുത്തേക്ക് തന്നെ പോയിട്ടോ. പിന്നെ കഴിഞ്ഞ ഏതൊരു വീഡിയോയിൽ ഞാൻ ഷാമോൻ എന്ന് പേര് പറഞ്ഞപ്പോൾ കുറേ കമൻറ്റ്സ് ഉണ്ടായിരുന്നു, ആരാ ഷാമോൻ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഷാമോൻ എൻ്റെ കസിൻ ബ്രദറാണ് കേട്ടോ. ഓനും കൂടെ നമ്മുടെ കൂടെ പോന്നിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു 10 മണിയൊക്കെ ആകുമ്പോഴാട്ടോ നമ്മൾ ചെക്കൗട്ട് ആവാമെന്ന് പറഞ്ഞിട്ടുണ്ടായത്. അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പിന്നെ കുറച്ച് നേരം റിസോർട്ട് മൊത്തത്തിലൊന്ന് ചുറ്റിക്കറങ്ങി. പിന്നെ അവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അതിനുശേഷം പിന്നെ നമ്മൾ റൂമിലേക്ക് വന്നു, പാക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ നമ്മൾ ഫുള്ളി പാക്കൊക്കെ ചെയ്ത് നമ്മൾ നമ്മുടെ റൂമിനോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ബാൽക്കണിയൊക്കെ ക്ലോസ് ചെയ്തിട്ട് നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇടയ്ക്കിട്ടുള്ളൊരു സ്റ്റേക്കേഷനൊക്കെ നല്ലതാണ്, നമ്മുടെ മൈൻഡ് ഒന്ന് ഫ്രീ ആവാനും പിന്നെ പുതിയ പുതിയ സ്ഥലങ്ങൾ കാണാനും പുതിയ റൂമൊക്കെ എക്സ്പ്ലോർ ആക്കാനും ഒക്കെ ഒരു രസമല്ലേ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ റൂം വെക്കേറ്റ് ചെയ്യാണ്. നല്ല രസമായിരുന്നു കേട്ടോ ഇവിടുത്തെ ഈ ഒരു സ്റ്റേ. നല്ല അടിപൊളിയായിട്ടുള്ള ആംബിയൻസും കാര്യങ്ങളും ഒരു പോസിറ്റീവ് എനർജി തന്നെ പറയാം. നല്ല രസമായിരുന്നു, എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ട്. ഞാൻ എന്തായാലും ഇവരുടെ റിസോർട്ടിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ. നിങ്ങളൊരു സ്റ്റേക്കേഷനൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെ പറയൂ കേട്ടോ ഞാനിത്. കാരണം നല്ല രസമായിരുന്നു ഇവിടുത്തെ ഈ ഒരു സ്റ്റേയും കാര്യങ്ങളൊക്കെ ആയാലും എല്ലാതും. അങ്ങനെ നമ്മൾ നമ്മുടെ കാർഡൊക്കെ കൊടുത്ത് നമ്മൾ റിസോർട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ റിസോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല, നേരെ വീട്ടിലേക്ക് പോകണം. കാരണം നമുക്ക് വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ട്, അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പോകുന്നതിന് ശേഷം പിന്നെ നമ്മളൊരു നെസ്റ്റോ കണ്ടപ്പോൾ അവിടെ നിർത്തിയിട്ട് കുറച്ച് കേക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് പോകുന്നതിന് ശേഷം നമ്മൾ ഒരു മന്തിയൊക്കെ കഴിച്ച് നല്ല രീതിയിൽ തന്നെ എല്ലാവരും വയറൊക്കെ ഫില്ലാക്കിയിട്ട് നമ്മളിനി വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതൊക്കെയുള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും പോരായ്മകളൊക്കെ ആയിട്ട് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കണം. അപ്പോൾ ഇതൊക്കെയുള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ. ഞാൻ അടുത്ത വീഡിയോയിലായിട്ട് വരാം കേട്ടോ. ബൈ.